രാജോ, ഒരാളെപ്പോലും കാണണല്ലോടാ. ഞാൻ പറയാം. എന്താ സാറേ? അല്ല, താനവിടെ നിൽക്ക്, അയാളാ. താനവിടെ നിൽക്ക്, അയാളാ. എന്താ സാറേ? ലൈസൻസ് ഉണ്ടോ? ഉണ്ട് സാറേ. ഒന്ന് കാണിച്ചു കൊടുത്താൽ ലൈസൻസ് ഉണ്ട്. നീ കള്ളു കുടിച്ചിട്ടുണ്ടോ മോനെ? കള്ളു കുടിച്ചിട്ടുണ്ടല്ലോടാ നീ? ഇല്ല സാറേ, കുടിച്ചിട്ടില്ല. അവന്റെ ഫേസ് കണ്ടിട്ട് കള്ളു കുടിച്ചോളൂ, കണ്ണൊക്കെ ചുമന്നിരിക്കണേ. അത് അവന്റെ മുടി അങ്ങനെ ഇരിക്കുന്ന ആള് മര്യാദക്കാരനാ. അല്ല, നിന്റെ ലൈസൻസ് എടുക്ക്. എല്ലാം ഉണ്ട് സാറേ. ഞാനൊരു അത്യാവശ്യത്തിന് പോണായിരുന്നു, അപ്പൊ അവനൊന്ന് ആക്കി തരാൻ പറഞ്ഞിട്ട് എന്റെ കൂടെ വന്നാണ് സഹായിക്കാൻ വേണ്ടിട്ട്. ആള് കുഴപ്പമൊന്നുമില്ല. എല്ലാം ഉണ്ട്, ലൈസൻസ് എല്ലാം കൊണ്ടുവന്നു. എല്ലാം ഉണ്ട് സാർ. താനവിടെ നിൽക്കോ. ഇവിടെ പൊല്യൂഷൻ്റെ പേപ്പർ എന്തി? അത് നിസ്സാര കേസല്ലേ സാറേ, 100 രൂപയുടെ കേസല്ലേ ഉള്ളൂ. ഇവിടെ പൊല്യൂഷൻ എടുക്കാനായിട്ട് 100 രൂപ മതി. അത് എടുത്തില്ലെങ്കിൽ 2000 രൂപ അടക്കണം ഫൈൻ. സാറേ, അവനൊരു വെറുതെ നിൽക്കുന്നിടത്ത് എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അവരുടെ അടുത്ത് 2000 രൂപയൊന്നും ഇല്ല. ഇവിടെ 2000 രൂപ ഇല്ലെങ്കിൽ പറ്റില്ല. വണ്ടി മാറ്റി വെച്ചോളാനല്ലേ പറഞ്ഞത്. നാണൂല്ലേ സാറിന് 2000 രൂപ പാവപ്പെട്ടവരോട് പിരിച്ച് സർക്കാരിന് കൊടുക്കാൻ? ഒരാഴ്ച ഇവിടെ മാലിന്യം കത്തി വിഷപ്പുക വന്നിട്ട് ആളുകൾക്ക് ശ്വസിക്കാൻ പറ്റാതെ ചുമച്ചും കുരച്ചും ചാകണ്. അതിനൊന്നും ആക്ഷൻ ഇല്ല. തെണ്ടി തിന്നാൻ പാടില്ലേ നിങ്ങൾക്ക്? പറ്റുമെങ്കിൽ ഈ യൂണിഫോമിൽ പോയി മുള്ളിയിട്ടെങ്കിലും അത് കിടത്താൻ നോക്ക്. 2000 രൂപ പിരിക്കാൻ നടക്കണ പൊല്യൂഷന്റെ പേരില്. മനസ്സില്ല ഞങ്ങൾക്ക് അടക്കാൻ. എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോ. വണ്ടി എടുക്ക. പൊല്യൂഷൻ ഉണ്ടാക്കാൻ നടക്കണം. മിനിമം വണ്ടിക്ക് പൊല്യൂഷൻ ചെക്ക് ചെയ്യണ്ട. നമസ്കാരം. ഫിഷ് ടി വി അവതരിപ്പിക്കുന്ന ഏറ്റുമുട്ടൽ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റുമുട്ടൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന അതിഭീകരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കിയ പഞ്ചവടിയിലെ പ്ലാന്റിലുണ്ടായ അതിഭീകരമായ ആരോഗ്യ പ്രശ്നമുണ്ടാക്കിയ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ചയിൽ ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭരണപക്ഷത്തിന്റെ പ്രതിനിധിയായി സത്യശീലൻ നമ്മളോടൊപ്പം ചേരുക, പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായി നമ്മുടെ ശീലൻ നമ്മളോടൊപ്പം ചേരുക, പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക മണ്ടോദരി ചേരുകയാണ്. ആദ്യം നമുക്ക് ഭരണപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള സത്യശീലൻ സാറിനോട് തന്നെ ചോദിക്കാം. ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത വലിയൊരു ദുരന്തമാണ് ഈ പഞ്ചവടിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു ദുരന്തത്തെ കുറിച്ച് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? പഞ്ചവടിയിലെ ഈ മാലിന്യ പ്രശ്നം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. വാർത്തകളും സോഷ്യൽ മീഡിയയിലെല്ലാം പറഞ്ഞു പരത്തുന്നത് ഇത് സർക്കാർ ചെയ്തിട്ടുള്ള എന്തോ വലിയ ഒരു വിപത്താണ് എന്നാണ്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം പറയാം. ഈ വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് സത്യത്തിൽ ആവിഷ്കരിക്കേണ്ടത്. അതിന് അവനവൻ തന്നെ വിചാരിക്കണം. ഇത് വർഷങ്ങളായിട്ട് കുന്നുകൂടി കിടക്കുന്ന ഈ കൂമ്പാരമാണ്, മാലിന്യമാണ്. ഇതിന് സർക്കാർ സത്യം പറഞ്ഞാൽ ഉത്തരവാദിയല്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. പക്ഷെ എല്ലാവരും പറയുന്നത്, എല്ലാവരും സർക്കാരിനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രശ്നത്തെ ബോധപൂർവം വലിച്ചടക്കുകയാണ് എന്നാണ് എന്റെ ഒപ്പീനിയൻ. പ്രതിപക്ഷത്തിന് പ്രതിനിധി എന്ന രീതിയിൽ ശീതലൻ എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് എന്തൊരു വിഡ്ഢിത്താണ് ഈ എഴുന്നള്ളിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്. കാരണം ഇത് വേസ്റ്റ് എന്ന് പറയുന്നത് ഏതാനും ചില വീടുകളിലുള്ള ബാക്കി വരുന്ന പച്ചക്കറിയോ ചോറോ കറിയല്ല. ഇവിടെ ആശുപത്രികളിൽ നിന്ന് വരുന്ന, നമുക്ക് ഒരിക്കലും നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റാത്ത വിധം ഉള്ള വേസ്റ്റുകൾ, അതുപോലെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, നശിച്ചു പോകാത്ത തരം വസ്തുക്കളാണ് ശരിക്കും വേസ്റ്റ് എന്ന് പറയപ്പെടുന്ന സാധനങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് എല്ലാ വർഷവും കൃത്യമായിട്ടൊരു ഫണ്ട് സർക്കാരിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഫണ്ട് വേണ്ട രീതിയിൽ വിനിയോഗിച്ച് അത് നിർമ്മാർജ്ജനം ചെയ്യാതെ ഇതിന്റെ ഭാരം മുഴുവൻ പൊതുജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാന്ന് പറയുന്ന ആ ഒരു പ്രവണത ശരിയല്ല. വളരെ തെറ്റായിട്ടുള്ള രീതിയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരു ദുരന്തത്തെ തുടർന്നുണ്ടായിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തക എന്ന രീതിയിൽ മണ്ടോദരിക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതേക്കുറിച്ച് ഒരു ചർച്ച ഇവിടെ നടക്കുമ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു എത്ര ലാഘവത്തോടു കൂടിയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇതിനെ കാണുന്നതെന്നുള്ളത്. ഇവരെ സംബന്ധിച്ച് രാഷ്ട്രീയ
പ്രവർത്തകർ എന്ന രീതിയിൽ ഇവർക്ക് തമ്മിൽ യുദ്ധം ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇതിനെ എടുത്തിരിക്കുന്നത്. അല്ലാതെ ഇതിനൊരു പരിഹാരം കാണാൻ ഇവര് ശ്രമിക്കുന്നില്ല, ഏറ്റെടുക്കുന്നില്ല. ആര് പറഞ്ഞു? സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? സർക്കാരിന് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിന് അതിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സാർ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലല്ല, സാർ ഒരു കാര്യം മനസ്സിലാക്കണം. 10-12 ദിവസമായിട്ട് ഈ പുക ശ്വസിക്കുന്നവന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് സംഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ പുക കൊണ്ട് ഓസോൺ പാളിക്ക് വരെ സുഷിരങ്ങൾ ഉണ്ടായി, അതിൽ നിന്നും അൾട്രാവയലറ്റ് രശ്മികൾ വന്ന് നമുക്ക് സ്കിൻ ക്യാൻസറുകൾ വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇല്ലാത്ത കാര്യങ്ങളല്ല സാർ. ഇനി നമ്മൾ മനുഷ്യരെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇവിടുത്തെ പക്ഷികൾ, മറ്റ് മൃഗങ്ങൾ, അവരുടെ അവസ്ഥ എന്താണ്? അവരെ പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അവർക്ക് മര്യാദയ്ക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. ഇവിടുത്തെ ഗർഭിണികൾ, കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, വാതിലടച്ച് അകത്തിരിക്കുകയാണ്. അകത്തിരുന്നിട്ട് അവർക്ക് രോഗങ്ങളില്ലാത്ത അവസ്ഥയുണ്ടോ? അതില്ല. അത് നിങ്ങളെ പോലുള്ള ആളുകൾ പറഞ്ഞു പേടിപ്പിച്ച് ധൈര്യമുണ്ടെങ്കിൽ അത്തരം വീടുകളിൽ ചെന്ന് നിങ്ങൾ കാണൂ. അവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കാണൂ. ഈ മാലിന്യങ്ങൾ ഇത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ പറഞ്ഞിട്ട് മുട്ടുന്യായങ്ങൾ പറഞ്ഞ അണികളെ കൊണ്ട് കൈയടിപ്പിക്കുന്ന ഒരു രീതിയല്ല വേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതികൾ ഇവിടെ ഈ ദുരന്തം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതല്ലേ ഒരാൾ മാത്രം പറഞ്ഞാൽ പോരെ? ഞാൻ ചോദിക്കുന്നത്, ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവിടെയുണ്ട്, എന്തുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതി ഇത്ര വർഷമായിട്ട് നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിച്ചില്ല? ഈ മാലിന്യങ്ങൾ അവിടെ കൂട്ടിയിട്ട് കത്തിക്കാനായിരുന്നെങ്കിൽ നിങ്ങൾ എടുത്തോണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അതെ, ഈ ഭരണപക്ഷത്തിന്റെ നേതാവ് സത്യശീലൻ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം പറഞ്ഞ സ്വന്തം അസംബന്ധമാണ്. കാരണം അദ്ദേഹം എന്താ പറഞ്ഞത്? നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റും മാലിന്യങ്ങളും നമ്മൾ തന്നെ സംസ്കരിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പുതിയ ഭരണ സംവിധാന പ്രകാരം സ്ത്രീകൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് മാലിന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നുണ്ടല്ലോ. അതിന് 50 രൂപ ഓരോ വീട്ടിൽ നിന്ന് ഞങ്ങൾ കൊടുക്കണ്ടല്ലോ. എന്തിനാണ് ആ സംവിധാനം? ഈ കൊണ്ടുപോകുന്ന മാലിന്യങ്ങൾ മുഴുവൻ ഇവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ടിട്ടല്ല ഈ അപകടം ഉണ്ടായത്. അവിടെ എവിടെ നിങ്ങളുടെ ഈ മാലിന്യ സംസ്കരണ പ്ലാൻ എവിടെ? ഈ സംവിധാനം വേണ്ടതാണോ പറയണത്? ഈ സംവിധാനം ഉണ്ടെങ്കിൽ ആ സംവിധാനം ചെയ്തെങ്കിൽ അതിനനുസരിച്ച് നശിപ്പിക്കാൻ കഴിയണം. അല്ലെ, ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി തമ്മിൽ ചെളിവാരി എറിഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പം ജനങ്ങളുടെ കുറ്റമെന്നാണ് ഭരണപക്ഷത്തെ നേതാവ് പറഞ്ഞു വെക്കുന്നത്. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഉണ്ടായേക്കുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണിത്. ഇത് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവരും ഇതിന് ഉത്തരവാദിയാണ്. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം കൊണ്ടുപോയി കുമിഞ്ഞുകൂട്ടി അവിടെ തീയിട്ട് വിഷപ്പുക വരുത്തി ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ട് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കരാറുകാരും കൂടി കമ്മീഷൻ അടിച്ചുകൊണ്ട് ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഒരു കാര്യം പറയാൻ ഇവിടെ വെള്ളപ്പൊക്കം വന്നു, ഞങ്ങൾ അതിജീവിച്ചു. സുനാമി വന്നു, അതിജീവിച്ചു. ഇത് രണ്ടും വെള്ളം. കൊറോണ വന്നു, കൊറോണ അതിജീവിച്ചു കഴിഞ്ഞു. ഇതൊരു പുക, അത് മൂക്കിലേക്കിട്ട് അങ്ങോട്ട് വിടും. ഇതിൽ ഞങ്ങൾ അതിജീവിക്കും. ഞങ്ങൾ അതിജീവനത്തിന്റെ പാർട്ടിയാണ്. അതെ, എനിക്ക് ചോദിക്കാനുള്ളത് ഭരണപക്ഷത്തുള്ള ആളോടാ. ഈ മാലിന്യ കുമ്പാരത്തിന് തീയിട്ടതാരാ? ആരാ തീയിട്ട്? സർക്കാർ ബോധപൂർവം കത്തിച്ചാടുന്നാണോ നിങ്ങൾ പറയണത്? അല്ല, പിന്നെ ആരത് കത്തിച്ചാന്ന് പറഞ്ഞിരിക്കുന്നത്? ആരാ കത്തിച്ചത്? ഞങ്ങൾക്കറിയാവോ? ഞങ്ങളാണോ കത്തിച്ചത്? ഞങ്ങളാണോ അത് കത്തിച്ചത്? അല്ലെങ്കിൽ പിന്നെ ഇടിമിന്നലേറ്റ് കത്തിയായിരിക്കൂല്ലേ? അവിടെ കൂട്ടിയിട്ടിട്ടുള്ള മാലിന്യം സർക്കാർ കൊണ്ടുപോയിട്ടുള്ളതോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം കൊണ്ടുപോയി നിക്ഷേപിച്ചതോ ഒന്നുമല്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലം മുതലുള്ള മാലിന്യം
ചോദ്യം ഇതാണ്. തീ കൊടുത്തെന്നാ ചോദിച്ചത്. ഇതൊക്കെ പറയുന്നതല്ലേ? ഇതുവരെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? മനഃപൂർവ്വം ആരെങ്കിലും തീ കൊടുക്കൂ? അല്ല, ഇടിമിന്നലേറ്റിട്ട് തീ പിടിച്ചാണോ? അങ്ങനെയാണോ? ഇതാണോ?